ഭൂമിക്ക് താഴെയുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ തനിക്ക് പ്രത്യേക സിദ്ധിയുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന അഖിൽ മാരാർക്ക് തിരഞ്ഞെടുപ്പ് പൂരം കഴിഞ്ഞതോടെ ഇപ്പോൾ ഏറിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. പ്രസവ വേദന പായസം കുടിക്കുന്ന പോലെ സുഖകരമാണെന്ന വിചിത്രവാദത്തിലൂടെ നല്ല ഒന്നാം തരം കുലപുരുഷനായി അവതരിച്ച മാരാർ സത്യത്തിൽ തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ഓരോന്നായി പൊളിഞ്ഞപ്പോഴുള്ള നിരാശ തീർക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃക്കാക്കരയിൽ വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ സ്വന്തം ചിഹ്നമായ ആ ചക്ക തന്നെ വീണ അവസ്ഥയാണിപ്പോൾ. രാഷ്ട്രീയത്തിലെ അഭ്യാസങ്ങൾ, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിത്വങ്ങളും മാരാരുടെ ജീവിത രാഷ്ട്രീയത്തെ ഒരു ഒന്നാം തരം ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസിനെ പുകഴ്ത്തി നടന്നിരുന്ന മാരാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുക എന്നതായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടി കയറാമെന്ന് മോഹിച്ചിരുന്ന മാരാർക്ക് അവിടെ ഐഷാപ്പൊറ്റി UDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വലിയൊരു പ്രഹരമാണ് ലഭിച്ചത്. ആ മോഹം അസ്ഥാനത്തായതോടെ പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ അദ്ദേഹം കളം മാറ്റി ചവിട്ടി. സാബു M ജേക്കബിനെ മണിയടിച്ച് 2020-ലെത്തിയ മാരാർ 2020 NDA ഘടകകക്ഷിയായതോടെ ചുളുവിൽ തൃക്കാക്കരയിൽ ഒരു സ്ഥാനാർത്ഥി പട്ടവും കൈക്കലാക്കി. എന്നാൽ തോൽവി മണത്തതോടെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ചർച്ചയാകാൻ വേണ്ടി ഈ പ്രസവ സിദ്ധാന്തം വിളമ്പി നോക്കിയതാണ്. പാവം, ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോയതാകാം. പക്ഷേ അത് ചെന്നു തറച്ചത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ നെഞ്ചത്താണ്. പണ്ട് കാലത്ത് സ്ത്രീകൾ പ്രസവിച്ച ഉടനെ ഓടിപ്പോയി അരിയിടിക്കുമായിരുന്നു എന്നൊക്കെയുള്ള മാരാരുടെ കണ്ടെത്തലുകൾ കേട്ടാൽ തോന്നും അദ്ദേഹം ഏതെങ്കിലും കാലയന്ത്രത്തിൽ കയറി നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ നിന്ന് വരികയാണെന്ന്. ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഇത്രയേറെ പുരോഗമിച്ചൊരു കാലത്ത് പ്രസവത്തെയും സ്ത്രീ ശരീരത്തെയും കുറിച്ച് ഇത്രയും വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന ഒരാൾ നിയമസഭയിൽ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വോട്ടർമാർ ചിന്തിച്ചു കാണും. തൃക്കാക്കരയിൽ ചക്കയുമായി വന്ന് വോട്ട് ചോദിച്ച മാരാർക്കിപ്പോൾ കിളിപോയ അവസ്ഥയാണെന്ന് ട്രോളന്മാർ പറയുന്നത് വെറുതെയല്ല. സത്യത്തിൽ അഖിൽ മാരാർക്കിപ്പോൾ കണ്ടകശനിയുടെ കാലമാണെന്ന് തോന്നിപ്പോവും. ചെയ്യുന്നതൊന്നും ഫലിക്കുന്നില്ലെന്ന് മാത്രമല്ല, തൊടുന്നതെല്ലാം വിവാദമാവുകയും ചെയ്യുന്നുണ്ട്. കൊട്ടാരക്കരയിൽ UDF സീറ്റ് പൊലിഞ്ഞതും 2020 വഴി NDAയിൽ എത്തിയതും ഒടുവിൽ തൃക്കാക്കരയിൽ ചക്കയുമായി വന്ന് ചെളിവാരി എറിയപ്പെട്ടതും എല്ലാം മാരാരുടെ മോശം സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ മോഹങ്ങൾ ഓരോന്നായി പൊലിയുകയും ജനമധ്യത്തിൽ പരിഹാസ്യനാവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മാരാർക്ക് അടിയന്തരമായൊരു ശത്രു സംഹാര പൂജ ആവശ്യമാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഈ കാലുമാറ്റങ്ങളും ചക്ക ചിഹ്നവും പ്രസവ ഡയലോഗുകളും ചേർന്ന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥിരം കോമാളിയാക്കി മാറ്റും. നിയമസഭയിലേക്ക് പോകാൻ വേണ്ടി ചക്കയുമായി ഇറങ്ങിയ മാരാർക്കിപ്പോൾ ഏറിൽ കിടന്ന് ചക്ക വെട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. രാഷ്ട്രീയത്തിൽ നിലപാടുകൾക്ക് വലിയ വിലയുണ്ടെന്നും അത് ബിഗ് ബോസ് ഹൗസിലെ തന്ത്രങ്ങൾ പോലെ മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കില്ലെന്നും മാരാർ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. തോൽവി ഉറപ്പായ ഈ നേരത്ത് വിവാദങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് പായസം കുടിച്ച് പ്രസവിക്കുന്നതിനേക്കാൾ വലിയൊരു തമാശയാണ്. തൃക്കാക്കരയിൽ തലയിൽ ചക്ക വീണ മാരാർക്ക് ഇനിയെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടാകുമോ, അതോ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത പാർട്ടിയെ പുകഴ്ത്തി അദ്ദേഹം വീണ്ടും രംഗത്ത് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഈ കുലപുരുഷൻ ഷോ നിലവിൽ കേരളത്തിലെ ട്രോളന്മാർക്ക് വലിയ ചാകര നൽകി കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ ആയുസ് കിട്ടാൻ വിടുവായത്വമല്ല, വിവേകമാണ് വേണ്ടതെന്ന് മാരാർ പഠിക്കാൻ ഈ തിരിച്ചടി എങ്കിലും സഹായിക്കട്ടെ.